വളരെ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ കബോർഡ് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇതെൻ്റെ പെർഫ്യൂമിൻ്റെ ചെറിയൊരു കളക്ഷനുള്ള ഒരു കബോർഡാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? തായ്ലൻഡിലെ ഒരു അമൃതാഞ്ചൻ സ്നിഫറാണത്. നല്ല ഹെർബലൊക്കെ ഇട്ട ഒരു സ്നിഫിങ് സാധനമാണത്. ഞാൻ തായ്ലൻഡിൽ സ്ഥിരം പോയാൽ മേടിക്കുന്ന ഒരു സംഭവമാണത്. എൻ്റെ കയ്യിൽ ഇത് പൊട്ടിക്കാത്ത ഒരെണ്ണം ഇരിപ്പുണ്ട്. ഈ വീഡിയോ കണ്ട് ഇതിന് ഒരു 1000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യവാന് ഞാൻ ഇത് കൊടുക്കുന്നതായിരിക്കും. ഇളകി ഒന്ന് റാക്ക് അവിടെ തിരിച്ചു വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് നോക്കുക, ഏത് പൊസിഷനിലാണ് അത് ഇരിക്കേണ്ടതെന്നുള്ളത് ഒന്ന് അളന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ഫിക്സ് ടെക്, ഒരു ചൈനീസ് ബ്രാൻഡാണത്. എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വുഡൻ റാക്കിനെ പിടിച്ചെടുത്താൻ സഹായിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റൽ സ്റ്റഡാണിത്. ഇത് ഒട്ടുമിക്ക ഹാർഡ്വെയർ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അടുത്തായി ഒരു ഡ്രിൽ ബിറ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് തിരഞ്ഞെടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഡ്രിൽ ബിറ്റ് ആക്ച്വലി നമ്മുടെ സിമെൻറ്റ് വാളുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റാണ്. എൻ്റെ ഈ വുഡൻ ഡ്രിൽ ബിറ്റുകളില്ല. സോ അത് നിങ്ങൾ ചൂസ് ചെയ്തെടുക്കണം, എന്നെ ജഡ്ജ് ചെയ്യരുത്. മെറ്റൽ സ്റ്റഡിനെ ഫ്ലാറ്റ് സർഫേസ് വെച്ചിട്ട് നമുക്ക് എൻ്റെ സൈസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ സൈസ് എന്ന് പറയുന്നത് 5mm ആണ്. സോറി, ഞാൻ വല്ലാണ്ടങ്ങ് വളർന്നുപോയി, സ്ക്രീൻ മൊത്തം ഞാനായി. ഡ്രിൽ ഗണ്ണിൽ ഡ്രിൽ മോഡ് സെലക്ട് ചെയ്തിട്ട് സ്പീഡ് ഒന്ന് കുറച്ചിടുന്നതായിരിക്കും നല്ലത്, കാരണം ഹോൾ പിക്ക് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. ഡ്രിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റഡിൻ്റെ ഡെപ്ത് ഒന്ന് മെഷർ ചെയ്യുക, എന്നിട്ട് ഡ്രിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം ചെറിയൊരു ബിറ്റ് വെച്ച് നമ്മുടെ ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 5mm ഡ്രിൽ ബിറ്റ് എടുത്ത് ആ ഹോളിനെ വലുതാക്കുക. വളരെ സിമ്പിളാണ്. ഈ സെയിം പ്രോസസ്സ് അപ്പുറത്തും ചെയ്യുക. എൻ്റെ ഒരു സൈഡിലെ സ്റ്റഡ് കറക്റ്റായിട്ട് ആ ഹോളിൽ കയറി. എന്നാൽ അപ്പുറത്തെ സ്റ്റഡ് വെച്ച് ചുറ്റിക്കിട്ട് ഒരടി തുണി താഴെ കിടക്കുന്നു. വിഷമിക്കണ്ട, കുറച്ചും കൂടെ ഹോളൊന്ന് വലുതാക്കണം എനിക്ക്. ഇനി നമ്മുടെ റാക്ക് വെച്ച് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കാം. ഇനി അടുത്താണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്, ഹൗസ് കീപ്പിംഗ്. നമ്മളെടുത്ത ടൂളുകളൊക്കെ അതാത് സ്ഥാനത്ത് തിരിച്ചെടുത്ത് വെക്കുക. നമ്മൾ വർക്ക് ചെയ്ത സർഫേസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. അത്ര വലിയ കളക്ഷൻ ഒന്നുമില്ല എനിക്ക്. ആൻഡ് ഇനിയും കുറച്ചും കൂടെ നല്ല നല്ല ബ്രാൻഡായിട്ടുള്ള പെർഫ്യൂംസൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം ഇനി.